നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവരെന്തിനാ വിളിക്കുന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നമായോ? വൃന്ദ കാണാനില്ലെന്ന് റീന മാം അറിഞ്ഞു കാണും. ആ കോള് കട്ടായി. ഇനി വൃന്ദ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവോ? ഇതൊന്നുമല്ല. വൃന്ദയുടെ ഓപ്പോളായിട്ട് റീനാമെ വിളിച്ചത് ആരാ? നീയല്ലേ? അതിന് ആ കള്ളി നീ അന്ന് മാമിന് മനസ്സിലായി കാണൂ. അത് ചോദിക്കാനാ വിളിച്ചത്. വീണ്ടും വിളിക്കുന്നു. കിരണേ, ഇതെന്തോ സീരിയസ് പ്രശ്ന. ഈ ഫോൺ എടുക്ക്. ലൗഡ് സ്പീക്കർ. ഹലോ മാം. ആ നിങ്ങൾ എവിടെയാ? എന്ത് പറയും? കുറെ നേരം ആയില്ലോ ഇവിടുന്ന് പോയിട്ട്. ഞങ്ങള് വൃന്ദയെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ മാം. വൃന്ദ നിങ്ങളുടെ ഒപ്പം ഉണ്ടോ? ഉണ്ടെന്ന് പറ. ആ ഉണ്ട് മാം. വൃന്ദ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അവളുടെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് കോള് കിട്ടുന്നില്ല. ആ നീ ഫോണ് വൃന്ദയുടെ കയ്യിൽ കൊടുത്തേ. കുരുക്കായല്ലോ. എന്ത് ചെയ്യും? എന്തേലും ഒന്ന് തട്ടിവിട്. എന്തെങ്കിലും പറ. ഹലോ കിരൺ, ഫോൺ വൃന്ദയുടെ കയ്യിൽ കൊടുക്ക്. സോറി മാം, അവളിപ്പോ ഞങ്ങളുടെ കൂടെ ഇല്ല. അല്ല, വൃന്ദ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് ചെയ്യും? അത് പിന്നെ മാം, അവളുടെ സ്കൂട്ടർ കേടായി. അവള് സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ നിൽക്കുക. ഞങ്ങള് സ്കൂട്ടറിന്റെ ഒരു സ്പെയർ വാങ്ങാനായി ഈ ഭാഗത്തേക്ക് വന്നതാ. ഓ ഓക്കെ, എന്തായാലും വൃന്ദ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അതറിഞ്ഞാ മതി. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തണം. വൃന്ദയുടെ മുത്തച്ഛനും ഓപ്പോളും ഇവിടെ വന്നിട്ടുണ്ട്. വൃന്ദയുടെ മുത്തച്ഛനും ഓപ്പോളും അവളെ കാണാനായി ഇവിടെ കാത്തിരിക്കുക. വേഗം വരാൻ നോക്ക്. വൃന്ദ നമ്മുടെ കൂടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ അവളെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഹോസ്റ്റലിലോട്ട് ചെല്ലുന്നേ? ഊരാക്കൂടുക്കായല്ലോ. വൃന്ദ കൂടെ ഉണ്ടെന്ന് നീ എന്തിനാ കള്ളം പറയാൻ പോയേ? വൃന്ദ കൂടെ ഉണ്ടെന്ന് പറയാൻ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞേ? നമ്മളങ്ങനെ പറഞ്ഞായിരുന്നു. ആ പറഞ്ഞു. വൃന്ദയുടെ മുത്തശ്ശനും ഓപ്പോളും അവിടെ വന്നിരിക്കല്ലേ. അവര് വൃന്ദയെ കണ്ടിട്ടല്ലേ പോവുള്ളൂ. വൃന്ദ ഇല്ലാതെ അങ്ങോട്ട് പോകാനും പറ്റില്ലല്ലോ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വൃന്ദ ഇല്ലാതെ നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. വൃന്ദയെ കണ്ടെത്താൻ കഴിയാതെ വന്നാലോ? അവളെ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ ഇറങ്ങിയത്. അവളെ നമ്മൾ കണ്ടെത്തിയിരിക്കും. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും നമുക്കറിയില്ല. വൃന്ദ കൂടെയുണ്ടെന്നും പറഞ്ഞതോടെ എല്ലാം പൊട്ടി തകർന്ന് തരിപ്പണായല്ലോ. വൃന്ദ എവിടെ പോയെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതേതാ വഴി? വീണ്ടും വഴി തെറ്റിയോ? കൺഫ്യൂഷനായി. റൂട്ട് ഇതല്ലല്ലോ. നിന്റെ വീട്ടിലേക്ക് പോവാനുള്ള വഴി നിനക്കറിയില്ലേ? വഴിയൊക്കെ എനിക്കറിയാം, പക്ഷേ ഈ പ്രദേശം ആകെ അങ്ങ് മാറി. എനിക്കും കൺഫ്യൂഷൻ ആയല്ലോ. അല്ല, ഇതിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂലേ? ഈ റൂട്ടിൽ പോയാ അവിടെ എത്തുമെന്ന എന്റെ ഡൗട്ട്. ആരോ സമയമൊക്കെ വൈകുന്നു. നിന്നെ വീട്ടിലെത്തിച്ചിട്ട് എനിക്ക് തിരികെ പോണ്ടേ? രാത്രി 9 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ എത്തിയില്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റൂല. 9 മണിക്ക് ശേഷവും നിങ്ങളവിടെ കയറിയിട്ടുണ്ടല്ലോ. അതെപ്പോഴും പറ്റിയെന്ന് വരില്ല. നീ റൂട്ട് ഏതാണെന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ആ എന്നാ പോയി നോക്ക്. റൂട്ട് പ്രശ്നമാണല്ലോ. റൂട്ട് ചോദിക്കാൻ ഇവിടെ ആരെയും കാണുന്നുമില്ലല്ലോ. അതൊരു വീടാണല്ലോ. ആ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ പോയി ചോദിച്ചാലോ? കണ്ടിട്ട് ആള് താമസമുള്ള വീടായിട്ട് തോന്നില്ല. എന്തായാലും പോയി നോക്കാം.
ഒരിക്കലും അവിടെ ഉണ്ടാവാതിരിക്കില്ല. ദേ, വണ്ടി ഇവിടെ വെച്ചിട്ട് പോ. വാ. ശ്ശോ. നീ സ്കൂട്ടർ ശരിയായിട്ടല്ലേ വെച്ചേ? വാ. ഹെൽമെറ്റ് എടുക്ക. സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് വെക്കേ. ആ, വാ പോവാം. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ വീട്ടിൽ ആൾതാമസം ഇല്ലേ? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് മനുഷ്യരാരെങ്കിലും താമസിക്കോ? അല്ലേ ആരോ? ആരോ? ആരോ എവിടെ? ആരോ? 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 ആരോ എവിടെയാ? ആരോ എവിടെ പോയി? ആരോ? ആരാ വന്നെന്ന് അമ്പിളി പറഞ്ഞപ്പോഴാ മനസ്സിലായത്. ഇവിടത്തെ ദേഹണ്ണക്കാരിയാണ് അല്ലേ? ദേഹാണെങ്കിൽ പണിയെടുക്കുന്ന ആളാണ് ഞാൻ. തിരുമേനിക്കെങ്കിലും മനസ്സിലായല്ലോ. ഇവിടെ വേറെ ആർക്കും അത് മനസ്സിലായിട്ടില്ല. പാചകക്കാരിയാണോന്നാ തിരുമേനി ഉദ്ദേശിച്ചത്. ആരായാലും എന്താ, ഇവിടത്തെ കാര്യങ്ങൾ നടക്കണെങ്കിലേ മന്ദാകിനി തന്നെ വേണം. ചായ നന്നായിട്ടുണ്ട്. ആണോ? ഇവിടുത്തെ ഒറ്റ പിള്ളേര് ഇങ്ങനൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ താമസിക്കുന്ന ആ കുട്ടികളൊക്കെ എങ്ങനെ? ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടികള് വേറെ ഒരിടത്തും കാണില്ല. അത്രയ്ക്കും പിഴകളാ.